നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ചില ആളുകൾ ചില സമയങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ള സംശയമാണ്, എനിക്ക് പനിയാണ് എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത്. പലരും ഒന്നിൽ കൂടുതൽ ആവർത്തി ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ലളിതമായിട്ടുള്ള കാര്യമാണ്, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എങ്കിലും ചില ആളുകൾക്ക് ചില സംശയങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് പനിയാണ് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. ഐ ഹാവ് എ ഫീവർ. ഐ ഹാവ് എ ഫീവർ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ പലർക്കുള്ള സംശയം, ഇംഗ്ലീഷ് മൂവീസിലും മറ്റുമൊക്കെ ഐ ഹാവ് ഗോട്ട് എ ഫീവർ എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ട്. ഐ ഹാവ് ഗോട്ട് എ ഫീവർ, ഐ ഹാവ് ഗോട്ട് എ ഫീവർ. രണ്ടും ശരിയാണ്. ഐ ഫീവർ, ഐ ഹാവ് എ ഫീവർ. ഐ ഹാവ് എ ഫീവർ എന്ന് നമുക്ക് പറയാം. ഐ ഹാവ് എ ഫീവർ എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. അതല്ലെങ്കിൽ ഐ ഗോട്ട് എ ഫീവർ, ഐ ഹാവ് ഗോട്ട് എ ഫീവർ എന്ന് പറയാം. അപ്പോൾ ഐ ഹാവ് എ ഫീവർ എന്ന് പറഞ്ഞാലും ഐ ഹാവ് ഗോട്ട് എ ഫീവർ എന്ന് പറഞ്ഞാലും എനിക്ക് പനിയാണ് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. US ഇംഗ്ലീഷിലാണ് സാധാരണ ഐ ഹാവ് ഗോട്ട് എന്ന് പറയുക. എനിക്കുണ്ട് എന്നതിന് ഐ ഹാവിന് പകരം ഐ ഹാവ് ഗോട്ട് എന്ന് പറയും. അത് പനി മാത്രമല്ല, നമുക്ക് വേറെ എന്തെങ്കിലും, എനിക്കൊരു കാറുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ട് എന്ന് പറയാനും ഐ ഹാവ് ഗോട്ട് എ കാർ ഓർ സംതിങ് ലൈക്ക് ദാറ്റ് അങ്ങനെ പറയും. പക്ഷേ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ആ ഗോട്ട് ഒഴിവാക്കിയിട്ട് ഐ ഹാവ് എ കാർ, ഐ ഹാവ് എ ഫ്രണ്ട് എന്നൊക്കെയാണ് പറയാം. അതുപോലെ തന്നെ പനിയുണ്ട് എന്ന അർത്ഥത്തിലും ഐ ഹാവ് എ ഫീവർ എന്നാണ് പറയുക. പിന്നെ അവിടെ ചെറിയൊരു സംശയം വരാനുള്ള സാധ്യതയുള്ളത്, എ ഫീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പനി എന്നായി പോവില്ലേ? എ, ആൻ തുടങ്ങിയ ആർട്ടിക്കിൾസ് നമ്മൾ ഒരു എന്ന അർത്ഥത്തിലല്ലേ ഉപയോഗിക്കുക എന്നുള്ളതാണ് മറ്റൊരു സംശയം. പനി, ജലദോഷം അല്ലെങ്കിൽ ചുമ പോലെയുള്ള അസുഖങ്ങൾ, കഫ്, കോൾഡ്, ഫീവർ ഒക്കെ പറയുമ്പോൾ അതിന് മുന്നിൽ എ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ചേർക്കുന്ന ഒരു രീതി ഇംഗ്ലീഷ് ലാംഗ്വേജിലുണ്ട്. പക്ഷേ എന്ന് കരുതിയിട്ട് നമ്മൾ അതിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരു പനി ഒരു ചുമ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതില്ല. അത് രോഗങ്ങൾ പറയുമ്പോൾ അങ്ങനെയാണ്. ഫീവർ ആണെങ്കിലും കോൾഡ് ആണെങ്കിലും കഫ് ആണെങ്കിലും ഒക്കെ നമ്മൾ എ ഫീവർ, എ കഫ് എന്നൊക്കെയാണ് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങിയിടത്തേക്ക് തന്നെ വരാം. എനിക്ക് പനിയാണ് എന്നതിന് ഐ ഹാവ് എ ഫീവർ അല്ലെങ്കിൽ ഐ ഹാവ് ഗോട്ട് എ ഫീവർ രണ്ടും പറയാം. നമ്മൾ ഇന്ത്യൻ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന ആളുകളായതുകൊണ്ട് ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പ്രധാനമായും ബ്രിട്ടീഷ് ഇംഗ്ലീഷിനോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഐ ഹാവ് എ ഫീവർ എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ നല്ലത്. അതോടൊപ്പം, അതായത് എനിക്ക് പനിയാണ് എന്ന് പറയുന്നതോടൊപ്പം എനിക്ക് പനി പിടിച്ചു എന്നാണ് പറയേണ്ടതെങ്കിൽ ഈ പിടിച്ചു എന്നതിന് നമുക്ക് കോട്ട് എന്ന് പറയുന്നത്, നമ്മൾ ക്യാച്ച് എന്ന് പറയുന്ന വാക്കില്ലേ, ക്യാച്ച് പിടിക്കുക, അതിൻ്റെ പാസ്റ്റായ കോട്ട് വെച്ചുകൊണ്ട് ഐ ഹാവ് കോട്ട് എ ഫീവർ എന്ന് പറഞ്ഞാലും മതി. ഐ ഹാവ് കോട്ട് എ ഫീവർ, ഐ ഹാവ് കോട്ട് എ ഫീവർ എന്ന് പറഞ്ഞാൽ മതി. ഐ ഹാവ് കോട്ട് എ ഫീവർ, എനിക്ക് പനി പിടിച്ചു. ഇതോടൊപ്പം തന്നെ പനിയുമായി ബന്ധപ്പെട്ട് വേറെയും ആളുകൾ ചോദിച്ചിട്ടുള്ള ചില സെൻറ്റൻസുകൾ അല്ലെങ്കിൽ ചോദിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവാൻ സാധ്യതയുള്ള ചില സെൻറ്റൻസുകൾ കൂടി നമുക്ക് ഇന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് ലൈഫ് ഇൻട്രാക്റ്റീവ് മെത്തേഡിലൂടെ പേഴ്സണൽ കോച്ചിങ്ങിലൂടെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ലോകത്തെവിടെ ഇരുന്ന് നിങ്ങൾക്ക് പഠിക്കാം. ഞാൻ ബ്രിസ്റ്റോ സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറഞ്ഞ ഒരു 5 മന്ത് ഡ്യൂറേഷനുള്ള ഒരു കോഴ്സ് നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ 9039904442 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, വാട്സപ്പ് ചെയ്താൽ മതി, ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, സാധാരണ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സെൻറ്റൻസാണ്, എനിക്ക് ഇത്ര ദിവസമായിട്ട് പനിയാണ്, 2 ദിവസമായിട്ട് എനിക്ക് പനിയാണ്. ഇത് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? 2 ദിവസമായിട്ട് എനിക്ക് പനിയാണ്. ഐ ഹാവ്, അപ്പോൾ എനിക്ക് പനിയാണെന്നുള്ളതിന് ഐ ഹാവ് എ ഫീവർ. പക്ഷേ 2 ദിവസമായിട്ട് എന്ന് പറയുമ്പോൾ ഐ ഹാവ് ഹാഡ് എ ഫീവർ ഫോർ 2 days എന്നാണ് പറയേണ്ടത്. ഇതും ചില ആളുകൾ ചിലയിടങ്ങളിൽ നിന്ന് എനിക്ക് തോന്നുന്നു ചില ക്ലാസ്സുകളോ വീഡിയോ മറ്റോ കണ്ടിട്ട് വന്നിട്ട് സംശയം ചോദിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടാണ് ഐ ഹാവ് ഹാഡ് എ ഫീവർ എന്ന് പറയുന്നത്? അത് ശരിയായ പ്രയോഗമാണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മുമ്പ് ചിലർ ചോദിച്ചിട്ടുണ്ട്. ഐ ഹാവ് ഹാഡ് എ ഫീവർ ഫോർ 2 days എന്ന് പറഞ്ഞാൽ എനിക്ക് 2 ദിവസമായിട്ട് പനിയാണ് എന്നാണ് അർത്ഥം. അത് അങ്ങനെ തന്നെയാണ് ചോദിക്കേണ്ടത്, അത് ശരിയായിട്ടുള്ള പ്രയോഗം തന്നെയാണ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഐ ഹാവ് എന്ന് പറയുന്നത്, ആദ്യത്തെ ഹാവ് എന്ന് പറയുന്നത് 2 ദിവസമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് ഇപ്പോഴും നമുക്കത് മാറിയിട്ടില്ല. അപ്പോൾ നമ്മളതിനെ ഗ്രാമറിൽ പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് അത്തരം കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഐ ഹാവ്, എനിക്കുണ്ട്, എന്ത്, പനിയാണുള്ളത്. ഇനി പനിയുണ്ട്, പനിയുടെ കൂടെ നമ്മളൊരു ഹാവ് കൂടെ ഉപയോഗിക്കാറുണ്ട് അല്ലേ? ഐ ഹാവ് എ ഫീവർ എന്ന് പറയുമ്പോൾ എനിക്ക് പനിയുണ്ടെന്ന് പറയാറുണ്ട്. ആ പനിയുണ്ട് എന്ന് പറയുന്നൊരു ഹാവും ഓക്സിലറി ഹാവും കൂടെ രണ്ടും അടുത്ത് വരും. അങ്ങനെ വരുമ്പോൾ ഓക്സിലറി ആയിട്ട് ഹാവ് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും തൊട്ടടുത്ത് വരുന്ന വെർബിൻ്റെ V3 രൂപമാണ് ഉപയോഗിക്കേണ്ടത്. അതായത് ഹാവിൻ്റെ V3,
ഹാഡാണ്. അപ്പോൾ ആദ്യത്തെ ഹാവ് ഓക്സിലറിയും പിന്നത്തെ ഹാഡ് പനിയുണ്ട് എന്ന് പറയുന്ന വേർബുമാണ്. അപ്പോൾ ഐ ഹാവ് ഹാഡ് എ ഫീവർ ഫോർ 2 days എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസമായിട്ട് എനിക്ക് പനിയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് കുറച്ചുകൂടെ ഫോർമലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, ഐ ഹാവ് ബീൻ സഫറിങ് ഫ്രം ഫീവർ ഫോർ ലാസ്റ്റ് 2 days എന്നൊക്കെ വേണം പറയാം. ഐ ഹാവ് ബീൻ സഫറിങ് ഫ്രം, നമ്മൾ ചെറുപ്പം മുതൽ സ്കൂളിൽ ലീവ് ലെറ്ററൊക്കെ എഴുതി കൊടുക്കുമ്പോൾ ടീച്ചേഴ്സിനോടൊക്കെ പറയാറുണ്ട് അല്ലേ, എനിക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അല്ലെങ്കിൽ 2 days ആയിട്ട് 3 days ആയിട്ട് എനിക്ക് പനിയാണ്, ജലദോഷമാണ്, തലവേദനയാണെന്നൊക്കെ പറയുമ്പോൾ ഐ ഹാവ് ബീൻ സഫറിങ് ഫ്രം ഫീവർ ഫോർ ലാസ്റ്റ് 2 days, അതുകൊണ്ട് എനിക്ക് 2 ദിവസം ലീവ് അനുവദിച്ച് തരണം എന്നൊക്കെ നമ്മൾ പണ്ട് ലീവ് ലെറ്ററൊക്കെ സ്കൂളിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഹാവ് ബീൻ സഫറിങ് ഫ്രമും ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് ചിലപ്പോൾ ചോദിക്കേണ്ടതായിട്ട് വരും, നിനക്ക് പനിയാണോ? എങ്ങനെ നമുക്ക് ചോദിക്കാൻ പറ്റും? നിനക്ക് പനിയാണോ? ഡു യു ഹാവ് എ ഫീവർ? ഡു യു ഹാവ് എ ഫീവർ? നിനക്ക് പനിയാണോ? ഡു യു ഹാവ് എ ഫീവർ? അവന് നല്ല പനിയുണ്ട്. ഹി ഹാസ് നല്ല പനി. നല്ല പനി എന്നതിന് നമുക്ക് ഹൈ ഫീവർ എന്നോ സ്ട്രോങ് ഫീവർ എന്നോ പറയാം. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്ട്രോങ് ഫീവർ. ഹി ഹാസ് എ സ്ട്രോങ് ഫീവർ. ഹി ഹാസ് എ സ്ട്രോങ് ഫീവർ. അവന് നല്ല പനിയുണ്ട്. അവന് നല്ല പനിയുണ്ട്. ഹി ഹാസ് എ സ്ട്രോങ് ഫീവർ. ഇനി പനി കൂടിയെന്ന് പറയാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പ്രയോഗം ഹാസ് ഗോൺ അപ്പ് എന്നുള്ള പ്രയോഗമാണ്. അതായത് അവളുടെ പനി കൂടി എങ്ങനെ പറയാം? ഹെർ ഫീവർ ഹാസ് ഗോൺ അപ്പ്. അവൻ്റെ പനി കൂടി, ഹിസ് ഫീവർ ഹാസ് ഗോൺ അപ്പ്. അപ്പോൾ അവളുടെ പനി കൂടി, ഹിസ് ഫീവർ ഹാസ് ഗോൺ അപ്പ് എന്ന് പറയാം. അപ്പോൾ ഹാസ് ഗോൺ അപ്പ്, ഫീവർ ഹാസ് ഗോൺ അപ്പ്, പനി കൂടി. അതേപോലെ പനി കുറഞ്ഞു എന്നതിന് ഈ ഗോൺ അപ്പിന് പകരം ഗോൺ ഡൗൺ പറഞ്ഞാൽ മതി. അതായത് എനിക്ക് പനി കുറഞ്ഞു, മൈ ഫീവർ ഹാസ് ഗോൺ ഡൗൺ. മൈ ഫീവർ ഹാസ് ഗോൺ ഡൗൺ, എനിക്ക് പനി കുറഞ്ഞു. അതുപോലെ തന്നെ നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, എനിക്ക് നല്ല ചുട്ടുപൊള്ളുന്ന പനിയാണ്. എനിക്ക് നല്ല ചുട്ടുപൊള്ളുന്ന പനി. ഈ ചുട്ടുപൊള്ളുന്ന പനിക്ക് സാധാരണ ബേണിംഗ് ഫീവർ എന്നാണ് പറയുക. സാധാരണ സിമ്പിൾ കോൺവെർസേഷൻ ആണെങ്കിൽ ബേണിംഗ് ഫീവർ, ദാറ്റ് ഇസ് ദ മോസ്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള പ്രയോഗം അതാണ്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് സ്കോർച്ചിങ് ഫീവർ. ഓക്കെ, സ്കോർച്ചിങ്, പൊള്ളുന്ന ചൂട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ പൊള്ളുന്ന പനി. അപ്പോൾ എനിക്ക് പൊള്ളുന്ന പനിയാണ്. ഐ ഹാവ് എ ബേണിംഗ് ഫീവർ. ഐ ഹാവ് എ ബേണിംഗ് ഫീവർ. ഐ ഹാവ് എ ബേണിംഗ് ഫീവർ. ഐ ഹാവ് എ സ്കോർച്ചിങ് ഫീവർ. അപ്പോൾ ഐ ഹാവ് എ ബേണിംഗ് ഫീവറിന് പകരം നമുക്ക് ഐ ഹാവ് എ സ്ട്രോങ് ഫീവർ, ഓർ ഐ ഹാവ് എ ഹൈ ഫീവർ, ഓർ ഐ ഹാവ് എ സ്ട്രോങ് ഫീവർ എന്നൊക്കെ നമുക്ക് പറയാം. എന്തായാലും നമ്മൾ സാധാരണ സംഭാഷണത്തിൽ ഐ ഹാവ് എ ബേണിംഗ് ഫീവറാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. നിനക്ക് എപ്പോഴാണ് പനി തുടങ്ങിയത്? വെൻ ഡിഡ് യുവർ ഫീവർ സ്റ്റാർട്ട്? വെൻ ഡിഡ് യുവർ ഫീവർ സ്റ്റാർട്ട്? നിനക്ക് എപ്പോഴാണ് പനി തുടങ്ങിയത്? എനിക്ക് പനി വരുന്നത് പോലെ തോന്നുന്നു. ഐ ഫീൽ ലൈക്ക് ഐ എം ഗെറ്റിംഗ് ഫീവർ. ഐ ഫീൽ ലൈക്ക് ഐ എം ഗെറ്റിംഗ് എ ഫീവർ. എനിക്ക് പനി വരുന്നത് പോലെ തോന്നുന്നു. ഐ ഫീൽ ലൈക്ക് ഐ എം ഗെറ്റിംഗ് എ ഫീവർ. അതുപോലെ എനിക്ക് പനി ഉണ്ടെന്ന് തോന്നുന്നു. അതെങ്ങനെ പറയാം? എനിക്ക് പനി ഉണ്ടെന്ന് തോന്നുന്നു. ഐ ഫീൽ ലൈക്ക് ഐ ഹാവ് എ ഫീവർ. ഐ ഫീൽ ലൈക്ക് ഐ ഹാവ് എ ഫീവർ. എൻ്റെ പനി മാറുന്നില്ല എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. എൻ്റെ പനി മാറുന്നില്ല, എൻ്റെ പനി പോകുന്നില്ല. അത് നമുക്ക് എങ്ങനെ പറയാം? മൈ ഫീവർ ഈസ് നോട്ട് ഗോയിങ് എവേ. മൈ ഫീവർ ഈസ് നോട്ട് ഗോയിങ് എവേ. മൈ ഫീവർ, എൻ്റെ പനി ഈസ് നോട്ട് ഗോയിങ് എവേ, പോകുന്നില്ല അല്ലെങ്കിൽ മാറുന്നില്ല. ഈസ് നോട്ട് ഗോയിങ് എവേ. അപ്പോൾ ഗോ അവേ എന്ന് പറഞ്ഞാൽ പോവുക അല്ലെങ്കിൽ മാറുക എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ പനി മാറിയെന്നാണ് പറയേണ്ടതെങ്കിൽ മൈ ഫീവർ ഈസ് ഗോൺ എന്ന് പറഞ്ഞാൽ മതി. വളരെ സിമ്പിളായിട്ട് മൈ ഫീവർ ഈസ് ഗോൺ. ശ്രദ്ധിക്കണം, ഇത് കൺട്രാക്ഷനായിട്ട് മൈ ഫീവർ ഈസ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതായത് ഫീവർ കഴിഞ്ഞിട്ട് വെറൊരു അപ്പോസ്ട്രോഫി എസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ മൂവിയിൽ സബ് ടൈറ്റിൽസിലൊക്കെ കാണാം. അത് ഹാസ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്, ഇസ് ആണ്. മൈ ഫീവർ ഈസ് ഗോൺ. മൈ ഫീവർ ഈസ് ഗോൺ. ആ പോയി എന്നുള്ള ഒരു സ്റ്റേറ്റിനെ, അതിൻ്റെ ഒരു സ്റ്റേറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് കൊണ്ടാണ് അവിടെ ഇസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, മൈ ഫീവർ ഈസ് ഗോൺ. എൻ്റെ പനി മാറി. മൈ ഫീവർ ഈസ് ഗോൺ. ഓക്കെ, ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് യൂസ്ഫുൾ ഫോർ യു. ഇതുപോലെയുള്ള സംശയങ്ങൾ, ഇതുപോലെ പ്രത്യേകമായിട്ടുള്ള സെൻറ്റൻസുകൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ കൃത്യമായിട്ട് പറയേണ്ടത് എന്ന് സംശയമുള്ള ആളുകൾക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. പരമാവധി ആൻസേഴ്സ് ഞാൻ ഇതുപോലെ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ നേരിട്ട് ടെക്സ്റ്റായിട്ടോ ഞാൻ തരുന്നതായിരിക്കും. എല്ലാവരുടെയും സഹകരണം വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. വീണ്ടും നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.